ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ഇവിടെ ആയിരിക്കുന്നത് പാഠം 4 കുറിച്ച് പറയുവാനാണ്. വിശ്വാസം പ്രവൃത്തി. അതിനു മുൻപായി ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗത്തും പലവിധ പ്രയാസങ്ങൾ കൂടിയും അനർത്ഥങ്ങൾ കൂടിയും എല്ലാം കടന്നു പോകുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ ഇത്രത്തോളം കാത്തു പരിപാലിച്ച നല്ല കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം പറയുന്നു. കർത്താവെ, ഈ ഒരു വേദഭാഗം ഇപ്രകാരം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു കൊടുക്കുന്ന അടിയനെയും കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനുള്ള കഴിവിനെ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. വിശ്വാസം പ്രവൃത്തിയിൽ എന്ന പാഠത്തിന്റെ വേദഭാഗമായി വരുന്നത് യാക്കോബ് 2-ാം അധ്യായം 14 മുതൽ 17 വരെയാണ്. യാക്കോബ് 2-ാം അധ്യായം 14 മുതൽ 17 വരെ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യും എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവർത്തികൾ ഇല്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിശ്വാസത്തിൽ പ്രവൃത്തി, അതായത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം നിർജീവമാണെന്ന് പറയുന്നു. കൂടുതൽ വ്യക്തമാക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇവിടെ ഈ പാഠഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള വിശ്വാസം നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പാഠമാണിത്. നമുക്ക് എല്ലാവർക്കും പൊതുവായൊരു ധാരണയുണ്ടല്ലേ? എന്താണ് ആ ധാരണ? നമ്മളെല്ലാവരും നല്ല വിശ്വാസികളാണെന്നുള്ളൊരു ധാരണ. അങ്ങനെയല്ലേ എല്ലാവരും വിശ്വസിക്കുന്നത്? ഞാൻ നല്ലൊരു വിശ്വാസിയാണ് എന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ കാരണം ഉണ്ടാവും. നമുക്കിപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, ഞാൻ സ്ഥിരമായി ഞായറാഴ്ച പള്ളികളിൽ പോകുന്നു, ഞാൻ വേദഭാഗം വായിക്കുന്നു, ഞാൻ വേദഭാഗം പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും വിവിധമായ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാകാം. പക്ഷെ ഇങ്ങനെ പറയാൻ നല്ല ഭയങ്കര എളുപ്പമാണ് അല്ലേ? ഞാൻ നല്ല വിശ്വാസമുള്ള ഒരാളാണ്, ഞാൻ നല്ല വിശ്വാസിയാണ് എന്നെല്ലാം പറയാൻ വളരെ എളുപ്പമാണ് പറയാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മളൊരു നല്ല വിശ്വാസിയാണെന്ന് നമ്മുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കണം. എങ്ങനെയാണ് ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കുക? എങ്ങനെ അംഗീകരിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയും വിശ്വാസവും ഒത്തുപോയാൽ മാത്രമേ ദൈവം നിങ്ങളെ ഒരു വിശ്വാസിയാണെന്ന് അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവം നമ്മെ അംഗീകരിക്കുന്നത്. ഇവിടെ ഞാനൊരു ഉദാഹരണമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അസുഖം വരുമ്പോൾ ആരെ കാണാനാണ് പോകുന്നത്? അതെ, ആരെ കാണാനും? ഡോക്ടറെ കാണാൻ അല്ലേ? അപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാല് നമ്മൾ എന്ത് വിശ്വാസത്തോടെയാണ് ആ ഡോക്ടറുടെ അടുത്ത് പോകുന്നത്? നമുക്ക് ഡോക്ടർ മരുന്ന് തരും, നമ്മുടെ അസുഖം ഭേദമാകും എല്ലാം വിശ്വസിച്ചിട്ടാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കുന്നത്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നമ്മുടെ അസുഖ വിവരങ്ങളെല്ലാം പറയുന്നു, ഡോക്ടർ അതെല്ലാം കേൾക്കുന്നു, നമുക്ക് മരുന്ന് തരുന്നു, നമ്മളെ മരുന്നെല്ലാം കുടിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ രോഗം ഭേദമാകും. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഡോക്ടറെ അംഗീകരിക്കുന്നത്? പ്രവൃത്തി കൊണ്ട് അല്ലേ? അപ്പൊ നമ്മളിവിടെ ഡോക്ടറെ അംഗീകരിക്കുന്നത് ഡോക്ടറുടെ പ്രവൃത്തി കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മളുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നത്. ഈ ഭാഗം വ്യക്തമായി മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഇവിടെ പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെ തെളിവിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് വിശ്വാസത്തിന്റെ തെളിവ്? എന്താണ് വിശ്വാസത്തിന്റെ തെളിവ്? അതായത് നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്
അതൊരു യഥാർത്ഥ വിശ്വാസമാവും. അപ്പൊ സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും പ്രവൃത്തികളാണ് വിശ്വാസത്തിന്റെ തെളിവായിട്ട് പറയുന്നത്. അതിന് ഉദാഹരണമായി അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുതരാം. യാക്കോബ് 2-ാം അധ്യായം 21 അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അബ്രഹാമിന്റെ മകനെ ദൈവം യാഗമായി അർപ്പിക്കാൻ പറഞ്ഞ സമയത്ത് അബ്രഹാം എന്ത് ചെയ്തു? അനുസരണത്തോടെ എന്താ ചെയ്തത്? മകനെയും കൂട്ടി ബലി അർപ്പിക്കാൻ വേണ്ടി പോയി. ദൈവത്തോട് മറത്തൊന്നും ചോദിച്ചില്ല. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം അംഗീകരിച്ചത് എങ്ങനെയാണ്? അബ്രഹാമിന്റെ അനുസരണം എന്ന ശീലത്തിലൂടെ, അല്ലെ? നിങ്ങൾ കുട്ടികളായ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ശീലമാണ് അനുസരണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തിയിൽ സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും പ്രവൃത്തികൾ കടന്നു വരും. ഇനി അതിൽ കൂടാതെ മത്തായി 7:21 പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസവും അതുപോലെ തന്നെ പ്രവൃത്തിയും ഒത്തുപോകുന്നില്ലെങ്കിൽ, നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അത് രണ്ടും കൂടി ഒത്തുപോകുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ വിശ്വാസം ഒരു നിർജീവമായ വിശ്വാസമാണ്. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിലും അത് വായിച്ചിരുന്നു. നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും ഒത്തുപോകുന്നില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം നിർജീവമായ വിശ്വാസമാണ്. അതിനൊരു ഉദാഹരണമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം സംഭവിക്കുകയെന്ന് വിചാരിക്കും. നമ്മൾ അവരുടെ പ്രയാസങ്ങളൊന്നും കാണാതെ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ എളുപ്പമാണ്. എന്താ പറയാ? എനിക്ക് ഭയങ്കര സ്നേഹമാണ് സഹോദരനോട്, സഹോദരിയോട് ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം മറ്റുള്ളവരോട് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മളൊന്നും അവർക്ക് വേണ്ടി ചെയ്യുന്നില്ല. അവരുടെ മുട്ടുകളൊന്നും തീർപ്പാൻ നമ്മൾ അവരെ ഒരു സഹായം ചെയ്യാതെ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് അവിടെ നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് നമ്മൾ ആരെയും സഹായിക്കാതെ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ദൈവസ്നേഹം ഉണ്ടായിരിക്കില്ല. അതാണ് നമുക്ക് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്ന സമയത്ത് സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും പ്രവൃത്തികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവിടെ വരുന്നത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെ നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ സ്നേഹം, പുറമേ നമ്മൾ കാണിക്കുന്ന സ്നേഹം കപടമായ സ്നേഹമായിരിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായം 17-18 വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ വാക്കിനാലും നാവിനാലുമല്ല, നമ്മുടെ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണം എന്ന് പറയുന്നു. എങ്ങനെ സ്നേഹിക്കണം എന്നാ പറയുന്നത്? അതെ, പ്രവൃത്തിയിലും സത്യത്തിലും. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇനി അതിൽ കാണുന്ന ഭാഗങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതും പ്രവൃത്തി എന്ന് പറയുന്നതും പരസ്പര പൂരകങ്ങളാണെന്ന് കാണുന്നു. അതായത് ഒരിക്കലും വിശ്വാസമുള്ള ഒരാൾക്ക് അയാളുടെ പ്രവൃത്തി നല്ല രീതിയിലാകാതെ ഒത്തുപോകുവാൻ സാധിക്കുന്നില്ല. വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അയാൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല സൽപ്രവൃത്തി വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മോശമായിരിക്കും. നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മോശമായ പ്രവൃത്തികളിലേക്ക് മാറിപ്പോകാൻ പറ്റില്ല. നമ്മുടെ നേർക്ക് സൽപ്രവൃത്തി മാത്രമേ നമ്മുടെ ഉള്ളിൽ പുറപ്പെട്ടു വരൂ. അതിന് ഉദാഹരണമായിട്ട് ഹാനോക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ഹാനോക്ക്? എല്ലാവർക്കും അറിയോ ആരാ ഹാനോക്ക് എന്ന്? അതെ, കൈനിന്റെ ആദ്യജാതനാണ് ഹാനോക്ക്. ഹാനോക്ക് എന്ന് പറയുന്ന വ്യക്തി ദൈവവുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയാണ്. എത്ര വർഷം ജീവിച്ചു എന്നറിയാം ഹാനോക്ക്? അതെ, 365 വർഷമാണ് ഹാനോക്ക് ജീവിച്ചത്. ഹാനോക്ക് ജീവിച്ചു. പക്ഷെ ഹാനോക്ക് എന്താ സംഭവിച്ചെന്നറിയാം? ഹാനോക്ക് ദൈവത്തിനെ വിശ്വസിച്ച സമയത്ത് ഹാനോക്ക് നീതീകരിക്കപ്പെട്ടപ്പം ദൈവത്തോടു കൂടി ഒരു നിരപ്പും സംഭവിച്ചു. അങ്ങനെ ഹാനോക്ക് 365 വർഷം ജീവിച്ചിട്ട് മരിക്കാതെ ജീവനോടാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അവിടെ ഹാനോക്കിന്റെ ഉദാഹരണം പറയുന്നു. ഇനി 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ന്റെ വാക്യത്തിൽ പറയുന്നത്, നമ്മൾ വിശ്വാസത്തിൽ നടക്കുന്നു, അതായത് പ്രവൃത്തിയും വിശ്വാസവും ഒന്നിച്ചു പോകുന്ന സമയത്ത് നമുക്ക് പുതിയ ഒരു മനുഷ്യനായി മാറുമെന്നാണ് നമ്മളെ കൊണ്ട് പറയുന്നത്. നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, വിശ്വസിക്കുന്നതിൽ കൂടി നമ്മുടെ പ്രവൃത്തിയിലും ആ മാറ്റം വരുത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹത്തിന്റെയും
അനുസരണത്തിന്റെയും പ്രവൃത്തിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളൊരു പുതിയ മനുഷ്യനാക്കി മാറ്റും. അവിടെ ശരിയായ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലോ നമുക്ക് പലവിധ ഗുണങ്ങളും നമുക്ക് വരും. ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചീത്ത പ്രവൃത്തികളിലേക്ക് കടന്നു പോകേണ്ടി വരില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തായിരിക്കും? നല്ല സൽപ്രവൃത്തികളായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിൽ തന്നെ, നമ്മുടെ സ്വന്തം പെരുമാറ്റത്തിൽ തന്നെ മാറ്റം സംഭവിക്കുന്നു. നമ്മുടെ ഉള്ളിൽ രക്ഷ വന്ന് നമുക്ക് നിറയും, അല്ലെ രക്ഷ ലഭിക്കുന്നു. വേറെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും എന്ത് പരിശ്രമിച്ചാലും നമുക്ക് ആ രക്ഷ ലഭിക്കണമെന്നില്ല. ശരിയായ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ എല്ലാവരെയും സ്നേഹത്താൽ നിറയ്ക്കും. അങ്ങനെ 3 പോയിന്റാണ് ശരിയായ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുന്നു, രക്ഷ ലഭിക്കുന്നു, പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുന്നു. ഇങ്ങനെ 3 പോയിന്റാണ് അതിലുള്ളത്. ഇതോടുകൂടി ആ വേദഭാഗത്തിന്റെ വിശദീകരണം അവസാനിച്ചു. ഇന്നത്തെ മനപ്പാഠ വാക്യത്തിലേക്ക് കടക്കാം. മനപ്പാഠ വാക്യമായി വരുന്നത് യാക്കോബ് 1-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ് ആകുന്നു. അവിടെ വിശദീകരണത്തിന് ആവശ്യമൊന്നും തോന്നുന്നില്ല. കാരണം എന്താ പറയുന്നത്? ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ. നമ്മുടെ ശരിയായ ഭക്തി എന്താണ്? പുറമെ മനുഷ്യരോട് നമുക്ക് എന്തും കാണിക്കാൻ പറ്റും, പക്ഷെ എല്ലാം കാണുന്നവരും ദൈവമുണ്ടല്ലേ. അപ്പൊ നമ്മള് ബുദ്ധിമുട്ടുള്ളവരെയും പ്രയാസപ്പെടുന്നവരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് അവർക്ക് ആശ്വാസം നൽകണം, അവരെ ചെന്ന് കാണണം. പിന്നെ നമ്മളെ തന്നെ, നമ്മുടെ ലോകത്തിന്റെ പലവിധമായ ചീത്ത സ്വഭാവങ്ങളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന അതിലൊന്നും പെടാതെ നമ്മളെ തന്നെ അതിലൊരു കളങ്കത്തിലും പെട്ടുപോകാതെ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? കാത്ത് സൂക്ഷിക്കണം എന്നും കൂടി പറയുന്നു. അപ്പൊ ഇതിൽ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രവൃത്തിയും ഒന്നിച്ച് പോകണം. അതായത് വിശ്വാസം പ്രവൃത്തിയിലൂടെയാണ് ദൈവം നമ്മളെ അംഗീകരിക്കുന്നത്. നമ്മളുടെ വിശ്വാസത്തെ ദൈവം അംഗീകരിക്കണമെങ്കിൽ നമ്മളുടെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇനി ഇതിന്റെ പ്രവൃത്തി പരിചയത്തിലേക്ക് കടക്കാം. അതിൽ 1-ാമത്തെ ചോദ്യമായിട്ട് വരുന്നത്, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും അവിടെ ഡാഷ് കൊടുത്തിരിക്കുന്നു, ഡാഷ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അവിടെ ഉത്തരമായിട്ട് വരുന്നത് പ്രവർത്തികൾ എന്നാണ്. അതായത് സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അടുത്ത ചോദ്യം, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം? എന്താ ചെയ്യണം? നമ്മൾ വേദഭാഗത്തിൽ വായിച്ചതാണ്. എന്താ ചെയ്യാൻ പറഞ്ഞത്? ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കണം. 3-ാമത്തത്, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം എന്താകുന്നു? എന്താണ് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം? നമ്മളതും വേദഭാഗത്തിൽ വായിച്ചു. പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. നിർജീവം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ഒരു ചത്ത വിശ്വാസം പോലെ ആകുന്നു. ഉത്തരമായി എഴുതേണ്ടത് നിർജീവമാകുന്നു എന്നാണ്. അപ്പൊ ഇന്നെടുത്ത പാഠത്തിന്റെ കുറെ വേദഭാഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നു. ആ വേദഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് നിങ്ങൾ വായിച്ച് കൃത്യമായി വേദഭാഗം ഒന്നും കൂടി വായിച്ചു നോക്കി കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. അവസാനമായി നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നന്ദി, നമസ്കാരം.